പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ്. വടക്കന്തറയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് ഇന്നലെ ഒരു കൂട്ടം BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടഞ്ഞത്. മനക്കത്തോടെയൊക്കെ വാങ്ങി വെച്ച പോലെ എന്നാൽ സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. വലിയ തോതിൽ പ്രതിഷേധത്തിനുള്ള തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളുടെ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം പൂർണ്ണമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത. രമേശ് പിഷാരടിക്കെതിരായിട്ടുള്ള BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കുകയായിരുന്നു BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് ഈ തരത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. ഇത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്നും എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ പീഡനത്തിന് വിധേയമാകുന്ന മുറിയിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് എന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചർച്ച നടക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരുടെയും വിഷയം കാണേണ്ടത് എന്നാണോ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ടത്? അപ്പൊ സ്ഥാനാർത്ഥിയുടെ നാക്ക് സൂക്ഷിച്ച് സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥിക്ക് സുഗമമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അമ്മമാർ എന്ത് നടപടി സ്വീകരിക്കും, അമ്മമാർ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ജോലിയല്ല എനിക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീയെ അപമാനിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എത്ര സ്ത്രീകളെ അപമാനിച്ചു, എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് ഇവിടെ മാനഹാനി ഉണ്ടാക്കി, കേരളത്തിന് അപമാനമുണ്ടാക്കി, പാലക്കാടിന് അപമാനമുണ്ടാക്കി, എന്ത് നടപടി ഉണ്ടായി? എന്താ ഉണ്ടായത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബലാത്സംഗ വീരന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് എന്റെ അരികിലേക്ക് വരണ്ട. ബാക്കി മറ്റു കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതേസമയം സംഭവത്തിൽ രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ് രംഗത്തെത്തി. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എതിർ സ്ഥാനാർത്ഥികളോട് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഒക്കെ കാണാം, പക്ഷേ അതൊന്നും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പോ വിദ്വേഷമോ അല്ല എന്നാണ് തന്റെ നിലപാടെന്ന് റസാഖ് പ്രതികരിച്ചു. പ്രിയമുള്ള പാലക്കാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, വോട്ടർമാരെ, ഇന്ന് പാലക്കാട് നഗരത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പര്യടനത്തിന് പോയ സമയത്ത് അവിടെ വേറൊരു പാർട്ടിയിൽപ്പെട്ട കുറച്ചുപേരെ തടയുകയും തടഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചയക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. പ്രിയമുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഒരാള് നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. അവരെല്ലാ സ്ഥലത്തും വന്ന് വോട്ട് ചോദിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഏത് പാർട്ടിയുടെ ആൾക്കാർക്കും അവരുടേതായ ഒരു ആദർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആദർശങ്ങളിൽ നിൽക്കുക. അവർ പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനം ഒന്നുമല്ല. അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ ആയതുകൊണ്ട് ഇമാതിരിയുള്ള ഈ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള അണികളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ഉണ്ടായാൽ നമ്മുടെ നാട് നമുക്കത് നമ്മളെ പിടിച്ചാൽ കിട്ടുന്ന തരത്തിൽ ആവില്ലല്ലോ. ആയതുകൊണ്ട് നമുക്കിതൊക്കെ ഒഴിവാക്കണം. പാലക്കാട്ടുകാരെല്ലാവരും ഒന്നാണ്. പാലക്കാട്ടുകാരുടെ മനസ്സങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം വരയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള പക്ഷം പിടിക്കലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നാം എല്ലാവരും ഒന്നാണ്. പ്രിയമുള്ളവരെല്ലാവരും അതിൽ നിന്ന് മാറി നിൽക്കണം. ഇത് ഇനി ആവർത്തിക്കരുത് എന്നാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. CV അനുമോദ് കൂടുതൽ വിവരണം നൽകും. അനുമോദ്, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ
മറ്റൊരു മുന്നണിയുടെ പ്രവർത്തകർ തടയുന്ന സാഹചര്യം അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. എന്താണേലും അതിൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് UDF പ്രവർത്തകർ. ശരിക്കും അത് വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻഡായി നടന്നൊരു തടയായിരുന്നു. ഇനി എന്താണ് കോൺഗ്രസ് നേതൃത്വം അതിനോട് സമീപിക്കുന്ന ഒരു നിലപാട്? എൽദോ, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രാധാന്യം ഇതിന് കാണേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ആദ്യമായിട്ട് BJP ഇത് ഈ സ്ത്രീ പീഡന പരാതികളുടെ തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളെ, അത്തരത്തിലുള്ള സംഭവങ്ങളെ രമേശ് പിഷാരടി ന്യായീകരിച്ചതുകൊണ്ടുള്ള പ്രതിഷേധം എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തുള്ള പ്രചരണം. പക്ഷേ കോൺഗ്രസ് ഇതിനെ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, വളരെ വൈകാരികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു തലവേദന മാങ്കൂട്ടത്തിനെതിരായ കേസും പ്രക്ഷോഭിനെതിരായ കേസും ഒക്കെ വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ മൂത്താന്തറയിൽ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ്. മാത്രമല്ല, വളരെ ബുദ്ധിപൂർവ്വമാണ് കോൺഗ്രസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. കാരണം പൊതുവെ ഉണ്ടായിട്ടുള്ള ഈ ഒരു നടപടിക്കെതിരായിട്ടുള്ള വികാരം അത് കോൺഗ്രസിന് അനുകൂലമായി മുതലെടുക്കുവാൻ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. കൂടുതൽ പറഞ്ഞ് ഈ വിഷയത്തിൽ കൂടുതൽ അത് വിവാദമാക്കാതെ, മറിച്ച് ഇതൊരു സൈലന്റ് ക്യാമ്പയിൻ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ സൈലന്റ് ക്യാമ്പയിൻ്റെ വിഷയമായിട്ട് ഈ തരത്തിലുള്ള നീക്കങ്ങളെ കാണുകയും അത്തരത്തിൽ ഒരു ഇമേജ് അവിടെ സ്ഥാനാർത്ഥിക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, BJP വളരെ വൈകാരികമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുന്നത്. പാലക്കാട് രമേശ് പിഷാരടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് എന്ന തരത്തിൽ രാഹുലിൻ്റെതിരായ കേസുകളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവിടെ പ്രചരിക്കപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ അവർ രമേശ് പിഷാരടിയെ തടഞ്ഞ് ഒരു പടി കൂടി അപ്പുറത്തേക്ക് അവരുടെ പ്രതിഷേധം എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് പറയാനാകില്ല. ഇത് കണ്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് LDFിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ LDF നേരത്തെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF ഇതിൽ അല്പം നിശബ്ദത പാലിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് ഈ സാഹചര്യത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. BJPയുടെ ഭാഗത്ത് ഒരു തരത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രന് എതിരായിട്ടുള്ളൊരു നീക്കമായിട്ട് തന്നെ വേണമെങ്കിൽ അതിനെ വിലയിരുത്താനും സാധിക്കും. കാരണം ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് ആ മേഖലയിൽ ഒരുപക്ഷെ BJPയുടെ വോട്ട് നഷ്ടപ്പെടുത്തില്ല. പക്ഷേ ആ മേഖലയ്ക്ക് പുറത്ത് ഈ ഒരു സംഭവത്താൽ BJPക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ആത്യന്തികമായിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചാൽ നഷ്ടമാകും ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലും BJPയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാണെങ്കിലും കോൺഗ്രസ് ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ് കിട്ടിയ അവസരമായി ഉപയോഗിക്കാനുള്ള നീക്കമാണ്. ഒരുപക്ഷെ പരസ്യമായ പ്രതിഷേധങ്ങൾക്കാവില്ല, നിശബ്ദമായിട്ട് ഇത് പ്രചരിപ്പിക്കാനായിരിക്കും അവിടെ കോൺഗ്രസ് ശ്രമിക്കുക. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ വേണം രമേശ് പിഷാരടിയെ ഇന്നലെ തടഞ്ഞ ഈ സംഭവത്തെ കാണുവാൻ. റൈറ്റ്, വലിയ തോതിൽ അത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് അനുമോദ് വിവരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമായിട്ടുള്ള ഒരു ഗതി നിർണ്ണയിക്കാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.